ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാം തിരുവചനം. അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. ഇന്ന് നമ്മുടെ കാതുകളിൽ അന്ന് ആ 3 മുക്കുവർ കേട്ട പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും ഒരിക്കൽ കൂടി വന്നു വീഴുന്ന സമയം. മേഘാരൂഢനായിരിക്കുന്ന സ്വർഗസ്ഥനായ ദൈവം തൻ്റെ സന്തോഷം അന്ന് ആ 3 പേരോടും ഇന്ന് യേശുവിൻ്റെ സുവിശേഷം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നാം എല്ലാവരോടും പങ്കുവയ്ക്കുന്ന നമ്മുടെ ഹെവൻലി ഫാദർ. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ യേശുവിന് ചെവി കൊടുത്ത് അവൻ്റെ വാക്കുകൾ ശ്രവിച്ച് ആ വാക്കുകൾക്കൊത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നാം പരാജയപ്പെട്ട് പോകുന്നുണ്ടോ? ഉണ്ടായിരിക്കില്ല അല്ലേ? നാം ആരും ഒരു പരാജയം ആഗ്രഹിക്കുന്നുണ്ടാകില്ല. തീർച്ചയായും നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ് ഈ ലോകത്തിലേക്ക് സ്വർഗ സൈന്യങ്ങളുടെ ശ്രേഷ്ഠതയുടെ മഹത്വത്തിൽ നിന്നും ഇറങ്ങി വന്ന് നാം ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി വന്നവൻ. അവൻ നമുക്ക് തരുന്ന ഹൃദയ ശാന്തിയും ഹൃദയ സന്തോഷവും അവസാന ശ്വാസം വരെ അവനിൽ നിന്നും ലഭിച്ച് നല്ല ഓട്ടം ഓടുവാൻ, അങ്ങനെ ഓടി വിജയ ശ്രീലാളിതനായി അവനൊരുക്കുന്ന നിത്യരക്ഷയിലേക്ക് മന്ദം മന്ദം നടന്നു നീങ്ങുവാൻ എന്നും പരിശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും, അല്ലേ? അങ്ങനെയുള്ള നാം ഓരോരുത്തരോടും സാക്ഷാൽ ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്, ഞങ്ങളിൽ നിന്നും വിശുദ്ധ തൃത്വത്തിൽ നിന്നും ഞാൻ അയക്കുന്ന എൻ്റെ മകൻ പരിശുദ്ധനായ ദൈവം, ആ യേശു വിശുദ്ധ തൃത്വത്തിലെ തന്നെ 3-ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നമ്മുടെ ഇടയിൽ വന്ന് പാർത്തപ്പോൾ ഏകദേശം 3-3.5 വർഷം മാത്രം നമ്മോട് സംസാരിച്ച കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ നമുക്ക് സമയവും ശ്രദ്ധയും ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്ന നമ്മുടെ പിതാവാം ദൈവം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, എൻ്റെ പ്രിയരുടെ രക്ഷയുടെ പദ്ധതിയിൽ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കുന്ന ഏക മധ്യസ്ഥൻ, മോശയുടെ നിയമത്തിൻ്റെയും ഏലിയായുടെയും മറ്റ് പ്രവാചകന്മാരുടെയും മുകളിൽ ഞാൻ അധികാരം കൊടുത്ത് ഈ ലോകത്തിലേക്ക് അയക്കുന്നവൻ, എന്നെ സാക്ഷാൽ ദൈവത്തെ അറിയുവാനും രക്ഷയെ ഗ്രഹിക്കുവാനും അങ്ങനെ ദൈവീക ജീവിതം നയിക്കുവാനും ഇനി യേശുവിൻ്റെ വാക്കുകളാണ് അന്തിമ മാനദണ്ഡം എന്ന് നമ്മോട് പറയുന്ന പിതാവാം ദൈവം. അന്ന് ആ 3 മുക്കുവർക്ക് മേഘം ഭയം സൃഷ്ടിച്ചെങ്കിലും ആ ഭയത്തിനുള്ളിൽ നിന്ന് ദൈവം പറയുന്നത് അവനെ കേൾക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലും വീണ്ടും വീണ്ടും അവൻ നമ്മുടെ കാതുകളിൽ വന്നു പറയുന്നു, യേശുവിനെ ശ്രവിക്കൂ, അവൻ വഴി തെളിക്കും, അവൻ ജീവിത മാർഗം കാണിച്ചു തരും എന്ന്. ആ വാക്കുകളിൽ വിശ്വസിച്ച് യേശുവിനെ വായിച്ചും യേശുവിനെ മനസ്സിലാക്കിയും യേശുവിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കുന്നവരായി എന്നും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.